ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹരിയാനയെ സംബന്ധിച്ച് BJP പോലും സമ്മതിച്ചതാണ്. കാരണം എക്സിറ്റ് പോളുകൾ അവർക്കെതിരായി വരുന്നു, ഭരണവിരുദ്ധ വികാരം വരുന്നു. ദേശീയ തലത്തിൽ തന്നെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ വലിയ പ്രതിഷേധം, കർഷക സമരങ്ങളുടെ അടിസ്ഥാന ഭൂമിക, അതുമാത്രമല്ല ഈ പറഞ്ഞ ഈ സൈനിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ, ഇതെല്ലാം തന്നെ ഹരിയാനയിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് BJPക്ക് അവിടെ ഭരണം നഷ്ടമാകും. ഇതൊന്നും ഇല്ല എങ്കിൽ കൂടി ഭരണവിരുദ്ധ വികാരം സ്വാഭാവികമാണ്. ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി 2 തവണ ഭരിക്കുന്ന BJP സർക്കാർ. ഇതിനെയെല്ലാം മറികടന്നാണ് BJP ഈ എക്സിറ്റ് പോളുകളെ മറികടക്കുന്നു, ഈ കർഷക സമരങ്ങളുടെ എതിർവികാരങ്ങൾ അല്ലെങ്കിൽ കർഷക സമരം മൂലം ഉണ്ടായിട്ടുള്ള ആ പൊതുവേ ഉള്ള നെഗറ്റീവിനെ മറികടക്കുന്നു, ഈ ഗുസ്തി താരങ്ങളുടെ പൊതുവെയുള്ള അവരുടെ ഒരു പ്രതിഷേധങ്ങൾ, അതിൻ്റെ വികാരങ്ങളെ, ഇതിനെയെല്ലാം മറികടക്കുന്ന വലിയ ഒരു തന്ത്രം ഹരിയാനയിൽ പയറ്റിയിരിക്കുന്നു. നരേന്ദ്രമോദി പോലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്, വളരെ കുറച്ചാണ് ഇത്തവണ ഹരിയാനയിൽ പ്രചാരണത്തിന് പോയത്. അങ്ങനെ ഉണ്ടായിട്ട് പോലും BJP 3ാമത് ഹാട്രിക് വിജയം നേടുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർ കൃത്യമായി കരുക്കൾ നീക്കിയെന്ന് വേണ്ടേ കണക്കാക്കാൻ ഡോക്ടർ മോഹൻ വർഗീസ്? അങ്ങനെ വേണം കണക്കാക്കാൻ. കാരണം ഓൾ സ്റ്റാർസ് ഷൈനിങ് ഓൺ യു എന്നൊരു സേയിങ് ഉണ്ട്. എല്ലാ നക്ഷത്രങ്ങളും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ്. ആ അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇതിനേക്കാൾ നല്ല അനുകൂലമായ ഒരവസരം ചരിത്രത്തിലൊരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോഴെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ നമ്പേഴ്സ് നിലനിർത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയുക? സംശയമാണ്. ഇതിനുള്ള കാരണം എന്താണ്? ഒരു കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഉള്ളറകളിൽ നടക്കുന്ന സംസാരങ്ങളിൽ അവരൊരുപക്ഷെ ചെറിയ തോതിൽ ദുഃഖിക്കുന്നുണ്ടാവാം. വേണ്ട രീതിയിൽ സംഘടനാ സംവിധാനത്തെ ഉപരിതലത്തിൽ കണ്ട ഒരു ആവേശം താഴെ തലത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഈ പിൻബലം വോട്ടാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു ഘടനാപരമായ സംവിധാനം ഇല്ലാതെ പോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയൊക്കെ വെൽ റിസീവ്ഡ് തന്നെയാണ് പലയിടങ്ങളിലും, ഹരിയാനയിൽ ഉൾപ്പെടെ. പക്ഷേ അതിൻ്റെ ആരവമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു ആലസ്യത്തിൻ്റെ മട്ടിലാണ്. ആഘോഷമെല്ലാം ഒരു വശത്ത് നടക്കുന്നു. കാരണം എല്ലാ നിരീക്ഷകരും പറയുന്നത് കോൺഗ്രസ് പാർട്ടി ജയിച്ചു വരും, അതൊരു തംബ് റൂളാണ്. ഇനി എക്സിറ്റ് പോളുകൾ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഏക അവകാശികൾ തങ്ങളായിരിക്കും. അതുമാത്രം മതിയാകും. തങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമായി ഒന്നും ചെയ്യേണ്ടതില്ല. ജനം വെള്ളിത്താലത്തിൽ വെച്ച് അധികാരം തങ്ങൾക്ക് നൽകും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിപ്പോയി. പക്ഷേ ഓർക്കൂ, ഇവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ള പല കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ നൈറ്റ് സിംഗ് സൈന്യ സർക്കാരിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം, ഈ നേരത്തെ സൂചിപ്പിച്ച ജാട്ട് പ്രക്ഷോഭം അല്ലെങ്കിൽ ജാട്ട് മേഖലയിലെ കർഷകർക്കുണ്ടായി എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, ഗുസ്തി താരങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രതിഷേധം, അത് വോട്ടായി പ്രതിഫലിക്കാൻ, അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതി വേണ്ട രീതിയിൽ വെൽ റിസീവ്ഡ് അല്ല ഹരിയാനയിൽ എന്ന നിഗമനം, ഇതെല്ലാം ശരിയായി വരികയാണെങ്കിൽ ഈ വോട്ടുകളെല്ലാം കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കേണ്ടതാണല്ലോ. പക്ഷേ അങ്ങനെ അല്ല ലഭിച്ചത് എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഇത് 4ആയി ചിതറുന്നൊരു കാഴ്ച കണ്ടു. കാരണം കോൺഗ്രസ് സഖ്യത്തിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ദുർബലമായ പാർട്ടി. അവിടെ ദുർബലമാണ്. CPM മാത്രമാണ്, ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്നു. ഈ 90-ൽ 89 സീറ്റിലും കോൺഗ്രസും ഒരു സീറ്റിൽ CPM മത്സരിക്കുന്നു. അപ്പോൾ അവിടെ ഏതാണ്ട് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആപ്പ് മാറി നിൽക്കുന്നു. അതേസമയം പ്രതിപക്ഷത്ത് വേറെ 2 മുന്നണികൾ കൂടിയുണ്ട്. INLD ആൻഡ് BSP, ബഹുജൻ സമാജ് പാർട്ടിയും ഇന്ത്യൻ നാഷണൽ ലോക് ദളും. അത് താവു ദേവിലാലിൻ്റെ ചെറുമകൻ ഫ്ലോട്ട് ചെയ്യുന്ന പാർട്ടിയാണ്. അഭയ് സിംഗ് ചൗട്ടാലയുടെ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ചില ഇടങ്ങളിൽ പിൻബലമുണ്ട്. 21-22% വരെ പിൻബലമുണ്ടായിരുന്ന INLD ഇന്ന് ക്ഷയിച്ച് കേവലം ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ചില സൂചനകൾ, ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന സൂചന അനുസരിച്ച് 7% വരെ വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഭരണവിരുദ്ധ വോട്ട് തന്നെയാണത്. അതേപോലെ തന്നെയാണ് BJPയോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം സഖ്യത്തിലുണ്ടായിരുന്ന 10 സീറ്റുകൾ ഉണ്ടായിരുന്ന ദുഷ്യന്ത് ചൗട്ടാലയുടെ പാർട്ടി. ആ പാർട്ടി 0-ൽ ഒതുങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ പാർട്ടിയുടെ പതനം വളരെ ഭീകരമാണ്. ആ പാർട്ടി പിടിച്ച വോട്ടുകളും ഭരണവിരുദ്ധ വോട്ടുകളാണ്. അങ്ങനെ ഒരുപക്ഷെ സൈനി സർക്കാരിനെതിരെ വരാൻ സാധ്യതയുള്ള വോട്ടുകൾ ഛന്നം ഭിന്നമായി ചിതറിയപ്പോൾ അതിൻ്റെ സിംഹഭാഗവും കോൺഗ്രസിന് ലഭിച്ചാൽ പോലും വേണ്ട നമ്പേഴ്സ് കിട്ടുന്നില്ല. ഇപ്പോഴത്തെ കണക്കുകൾ അനുസരിച്ച് ഒരു 40% കോൺഗ്രസിനും 42-43% BJP മുന്നണിക്കും ഉണ്ട് എന്ന രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ഡിവൈഡ് ഇൻ ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഭരണവിരുദ്ധ ശക്തികളുടെ വോട്ടുകൾ ചിതറി എന്നത് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്.
രണ്ടാമത്തെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഈ BJP വളരെ റിയലിസ്റ്റിക്കായി കാര്യങ്ങളെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ആർജവത്തോടു കൂടിയാണ് RSSൻ്റെ സംഘടനാ സംവിധാനം ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിച്ചത് എന്നതൊരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. ഇപ്രാവശ്യം വളരെ സൈലൻ്റായി RSSൻ്റെ കേഡർ പ്രവർത്തിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. BJP വളരെ വലിയ അപകടം മണത്തതുകൊണ്ട് BJPയുടെ സംഘടനാ സംവിധാനവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നരേന്ദ്രമോദിയെ മാത്രം മുന്നിൽ നിർത്തി മോദിക്ക് ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ എല്ലാം ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് എന്നോ ഡബിൾ എഞ്ചിൻ എന്നോ കാര്യമായ വലിയ വാഗ്ദാനങ്ങളും വർത്തമാനങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ വളരെ സൈലൻ്റായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാ ശ്രദ്ധയും മാധ്യമ ശ്രദ്ധ എല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടി ഉയർത്തിയ ആ വിഷയത്തിലേക്കാണ്. ജവാൻ, കിസാൻ ആൻഡ് പഹൽവാൻ ഈ 3 വിഭാഗങ്ങളിലേക്ക് എല്ലാ ശ്രദ്ധയും പോയി. പക്ഷെ നമ്പേഴ്സാണ് ഇലക്ഷൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് ഗെയിമിൽ അറിയപ്പെടാതെ പോയ അൺസങ് ഹീറോസ് എന്ന് പറയുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അവരുടെ എല്ലാം പിന്തുണ, അത് മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ സംസ്ഥാനം പുരോഗതി പ്രാപിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യവസായ സാധ്യതകളുള്ള സംസ്ഥാനമല്ലേ ഹരിയാന. അവിടെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്, ശരിയാണ്. പക്ഷേ ആ ഒരു സർക്കാർ, ഏതെങ്കിലും ഒരു സർക്കാരിന് സ്ഥിരതയും തൊഴിലും ഉറപ്പാക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ജനം വോട്ട് ചെയ്തിരിക്കാം. ഈ നമ്മൾ പുറമേ പറയുന്ന ജാതിയോ അല്ലെങ്കിൽ പ്രാദേശികതയോ അല്ലെങ്കിൽ ഗുസ്തിയോ ഒന്നും ആയിരിക്കില്ല യഥാർത്ഥ വോട്ടർമാരുടെ വികാരങ്ങളെ നിയന്ത്രിച്ചത്. അതുകൊണ്ട് ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ നൽകിയ കർഷക പ്രക്ഷോഭം അതിൻ്റെ ചിറകിലേറിയാണ് ഈ പ്രൊജക്ഷൻസ് എല്ലാം വന്നത്. പക്ഷേ ആ പ്രൊജക്ഷൻസ് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് വരുമ്പോൾ എത്രത്തോളം വോട്ട് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബൂത്ത് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനം നടത്തി അതനുസരിച്ചാണ് വിജയം തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് 50 സീറ്റിൽ മുന്നിട്ട് നിന്ന കോൺഗ്രസിന് ഇപ്പോൾ ഇതാ 35-36 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് പുനർവിചിന്തനത്തിനുള്ള, കോൺഗ്രസിന് പുനർവിചിന്തനത്തിനുള്ള സമയമാണ്. എന്തുകൊണ്ട് BJP ജയിച്ചു എന്നത് ഒരു പഠന വിഷയമാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി എന്ന സങ്കല്പം അത് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല എന്ന പാഠവും ഹരിയാന നൽകുന്നു. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് വരുമ്പോൾ ആ സ്ഥിതിഗതികളിലുള്ള മാറ്റം വളരെ പ്രകടമാണ്. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു കാര്യത്തിൽ BJPക്കും ദേശീയ ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനും അഭിമാനിക്കാം. സുഗമമായി തെരഞ്ഞെടുപ്പ് നടന്നു. കേവലം 10-12% പേര് മാത്രം വോട്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് പേര് വോട്ടർ പോളിംഗ് ബൂത്തിൽ നിന്നും മാറി നിന്ന, ജനാധിപത്യ പ്രക്രിയയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വലിയ ജനവിഭാഗം ക്യൂ നിന്ന് വരി നിന്ന് 60% വോട്ടുകൾ ജമ്മു ആൻഡ് കാശ്മീരിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിജയമായി നമുക്ക് കാണാം. അപ്പം ജനാധിപത്യ പ്രക്രിയ 10 വർഷത്തിന് ശേഷം കാശ്മീരിലേക്ക് വരികയാണ്. 2014 ശേഷം വരികയാണ്. തെരഞ്ഞെടുപ്പ് ചിത്രം എന്ത് തന്നെ ആയിരുന്നാലും, ഫലം എന്ത് തന്നെ ആയിരുന്നാലും ഇവിടെ വിജയകരമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് പ്രത്യേക അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇനി റിസൾട്ടിലേക്ക് വരുമ്പോൾ ജമ്മു മേഖലയിൽ പ്രതീക്ഷിക്കുന്ന മേൽക്കൈ BJPക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ജമ്മു മേഖലയിലെ സീറ്റുകളിൽ ഇപ്പോഴും മഹാഭൂരിപക്ഷം BJPക്കാണ്. പക്ഷേ ഇവിടുത്തെ കാതലായ ചോദ്യം, ജമ്മു മേഖലയുടെ പുറത്ത് കാശ്മീർ, അതായത് താഴ്വര, ശ്രീനഗർ വാലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാൻ ഇന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുന്നില്ല. ഇനി ആ മേഖലയിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മേഖലയിലെ ജനങ്ങളുടെ ചിന്തയും ഡിവൈഡഡ് ആണ്. എല്ലാ വോട്ടുകളും കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് കേന്ദ്രീകരിച്ചില്ല എന്നത് പ്രത്യേകമായി ഓർക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് 60-ലധികം സീറ്റുകൾ ലഭിക്കാമായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ല. അവിടെയുള്ള 48 സീറ്റുകളിൽ തന്നെ സ്വതന്ത്രന്മാർ, 10 സ്വതന്ത്രന്മാർ അല്ലെങ്കിൽ മറ്റുള്ളവർ, എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി ഉൾപ്പെടെ പാർട്ടിക്കാർ, അത് ജമായത്തെ ഇസ്ലാമിയുടെ സീറ്റ് ഉണ്ടാകും, CPM-നൊരു സീറ്റ് ഉണ്ടാകും, തരിഗാമി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ മത്സരിച്ചു. അപ്പോൾ ആ പല രീതിയിൽ ആ വോട്ടുകൾ ചിതറി. അപ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇന്ത്യ മുന്നണി. അതിൽ PDP ഇല്ല. പക്ഷേ PDPയുടെ പതനം അതിഭീകരമാണ്. കാശ്മീരിൽ ഒരിക്കൽ BJPയോടൊപ്പം ചേർന്ന് ഭരണത്തിലെത്തിയ മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് പാർട്ടി PDPയുടെ പതനം അവർ കേവലം അത് 2 സീറ്റിലേക്ക് വരെ താണു. ഇപ്പോൾ 4, ഇപ്പോഴത്തെ സ്ക്രീൻ അനുസരിച്ച് 4 സീറ്റുകളാണെന്നാണ് പറയുന്നത്. പക്ഷേ 28 സീറ്റുകൾ ഉണ്ടായിരുന്ന PDPക്ക് 4 സീറ്റിലേക്ക് അല്ലെങ്കിൽ 2-3-4 സീറ്റിലേക്ക് ചുരുങ്ങേണ്ടി വരുന്നു എന്ന് പറയുന്നത് അന്നത്തെ BJP ബന്ധത്തിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു PDP എന്നാണ്. അതുകൊണ്ട് ആ PDP ഓക്യുപ്പൈ ചെയ്തിരുന്ന സ്പേസ് ട്രഡീഷണലായി നാഷണൽ കോൺഫറൻസ്
ഉണ്ടായിരുന്ന സ്പേസാണ്. ആ സ്പേസ് നാഷണൽ കോൺഫറൻസ് തിരിച്ചു പിടിക്കുന്നു എന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അത് തീർച്ചയായും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കോൺഫറൻസ് ആണ് കാശ്മീരിലെ പ്രധാന പാർട്ടി എന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന പട്ടല പിണക്കങ്ങൾ വലിയ തോതിൽ ജനങ്ങളെ നിരാശപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പാർട്ടി തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായിട്ട് വന്നേക്കാം. കോൺഗ്രസിനും ഒരു പുനർജീവനത്തിനുള്ള ഒരു മാർഗത്തിലാണ്. അതുകൊണ്ട് കോൺഗ്രസ് NC മുന്നണിക്ക് ആശ്വസിക്കാൻ തീർച്ചയായും വകയുണ്ട്. ഒരു സുഗമമായ ഒരു ഭരണം അവിടെ നടക്കുകയും അത് മാത്രമല്ല ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധ്യതയിലേക്കും വരികയാണ് ഒരു ജനാധിപത്യ ഭരണകൂടം അവിടെ വന്നു കഴിഞ്ഞാൽ. ആ രീതിയിലേക്കാണ് കാശ്മീർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രണ്ട് കക്ഷികൾക്കും കോൺഗ്രസും BJPക്കും ആശ്വസിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ഉള്ള വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ്, തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്.